ഗ്രാമപ്രദേശങ്ങളിലെ സാധാരണക്കാരായ തൊഴിലാളികളുടെ ഏക ഉപജീവന മാർഗമായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അടിസ്ഥാനപരമായ ഘടനയും പേരും മാറ്റിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ തകർക്കുന്നതിനും ഗ്രാമീണ തൊഴിൽ മേഖലയെ തകർക്കുന്നതിനും കാരണമാകുമെന്ന് ആശങ്ക ഉയരുന്നു. പദ്ധതിയുടെ പേര് വിബിജി റാംജി എന്നാക്കി മാറ്റുക എന്നതിലുപരി കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന നിലയിൽ കേന്ദ്രം ഇതുവരെ വഹിച്ചിരുന്ന പ്രധാന സാമ്പത്തിക ബാധ്യതകൾ സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന ഗുരുതരമായ വ്യവസ്ഥകളാണ് പുതിയ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും മികച്ച രീതിയിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പരിഷ്കാരങ്ങൾ പ്രതിവർഷം 1600 കോടി രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. നിലവിൽ കടുത്ത സാമ്പത്തിക പരിമിതികളിലൂടെ കടന്നുപോകുന്ന സംസ്ഥാനത്തിന് ഈ ഭാരം താങ്ങാനാവില്ല എന്നത് പദ്ധതിയുടെ തന്നെ നിലനിൽപ്പിനെ ഭീഷണിയിലാക്കുന്നു. ഇതുവരെ നിലനിന്നിരുന്ന സംവിധാനം അനുസരിച്ച് തൊഴിലാളികളുടെ വേതനം 100% നൽകിയിരുന്നത് കേന്ദ്ര സർക്കാരായിരുന്നു. നിർമ്മാണ സാമഗ്രികൾക്കായുള്ള ചെലവിന്റെ 25% മാത്രമാണ് സംസ്ഥാനങ്ങൾ വഹിക്കേണ്ടിയിരുന്നത്. എന്നാൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ പദ്ധതിയുടെ ആകെ ചെലവിന്റെ 40% സംസ്ഥാനങ്ങൾ നിർബന്ധമായി വഹിക്കണമെന്ന നിബന്ധന വരികയാണ്. കേരളത്തിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ പ്രതിവർഷം ശരാശരി 4000 കോടി രൂപയാണ് ഈ പദ്ധതിക്കായി ചെലവാകുന്നത്. ഇതിന്റെ 40% എന്നത് 1600 കോടി രൂപയോളം വരും. ഇതിനു പുറമെ അലവൻസുകളിലും നഷ്ടപരിഹാരവും പൂർണ്ണമായും സംസ്ഥാനം തന്നെ നൽകണമെന്ന വ്യവസ്ഥ കൂടി വരുമ്പോൾ സംസ്ഥാന ഖജനാവിന് മേലുള്ള സമ്മർദ്ദം ഇരട്ടിയാകും. അർഹമായ പല വിഹിതങ്ങളും കേന്ദ്രം വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു തുക കണ്ടെത്തുക എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ ഒരു കാര്യമാണ്. തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 ആയി ഉയർത്തിയെന്ന പ്രഖ്യാപനം ആകർഷകമായി തോന്നാമെങ്കിലും അതിന് പിന്നിൽ വ്യക്തമായ വിവേചനത്തിന്റെ വിത്തുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്യുന്ന ഗ്രാമീണ മേഖലകളിൽ മാത്രമായിരിക്കും ഈ വർധനവ് ബാധകമാകുക. കേരളത്തെ പോലെ ജനനിലവാരം ഉയർന്നതും ദാരിദ്ര്യം താരതമ്യേന കുറഞ്ഞതുമായ ഒരു സംസ്ഥാനത്തെ എത്ര ഗ്രാമപഞ്ചായത്തുകൾ ഈ വിജ്ഞാപനത്തിൽ ഉൾപ്പെടുമെന്നത് സംശയകരമാണ്. കൂടാതെ അനുവദിക്കപ്പെട്ട തൊഴിൽ ദിനങ്ങൾക്ക് മാത്രമേ കേന്ദ്രം പണം നൽകുകയുള്ളൂ എന്നതും മറ്റൊരു വലിയ കെണിയാണ്. കേരളം എപ്പോഴും കേന്ദ്രം നിശ്ചയിക്കുന്ന ലേബർ ബജറ്റിനേക്കാൾ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുന്ന സംസ്ഥാനമാണ്. ഉദാഹരണത്തിന് 2023-24 വർഷത്തിൽ 6 കോടി തൊഴിൽ ദിനങ്ങളാണ് കേന്ദ്രം അനുവദിച്ചെങ്കിലും കേരളം 10.5 കോടി ദിനങ്ങൾ സൃഷ്ടിച്ച് റെക്കോർഡിട്ടിരുന്നു. 2024-25 അനുവദിച്ച 6 കോടിക്ക് പകരം 9 കോടിയിലധികം ദിനങ്ങൾ നൽകാൻ കേരളത്തിന് സാധിച്ചു. പുതിയ നിയമം വരുന്നതോടെ കേന്ദ്രം നിശ്ചയിക്കുന്ന പരിധിക്ക് പുറത്തുള്ള ഓരോ തൊഴിൽ ദിനത്തിന്റെയും മുഴുവൻ ചെലവും സംസ്ഥാനം തന്നെ വഹിക്കേണ്ടി വരും. ഇത് തൊഴിലാളികൾക്ക് ജോലി നൽകാനുള്ള സംസ്ഥാനത്തിന്റെ കഴിവിനെ പരിമിതപ്പെടുത്തും. കാർഷിക സീസണുകളിൽ 40 ദിവസം വരെ തൊഴിലുറപ്പ് പണി നിർത്തിവെക്കണമെന്ന നിർദ്ദേശം ഗ്രാമീണ ജനതയുടെ തൊഴിൽ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. തൊഴിലാളികളെ കാർഷിക മേഖലകളിലേക്ക് തിരിച്ചുവിടാനാണ് ഈ നീക്കമെന്ന് കേന്ദ്രം അവകാശപ്പെടുമ്പോഴും പ്രായോഗികമായി ഇത് ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ വരുമാനം ഇല്ലാതാക്കുന്ന ഒരു നടപടിയാണ്. കാർഷിക മേഖലയിലെ കൂലിയും തൊഴിലുറപ്പ് കൂലിയും തമ്മിലുള്ള വ്യത്യാസവും തൊഴിലിന്റെ ലഭ്യതയും പരിഗണിക്കുമ്പോൾ തൊഴിലാളികൾക്ക് ഇതൊരു ഇരുട്ടടിയായി മാറുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് കേരളത്തിലെ പോലെ റബ്ബർ, തെങ്ങ് കൃഷികൾക്ക് പ്രാധാന്യമുള്ള ഇടങ്ങളിൽ ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുക തന്നെ ചെയ്യും. സ്ഥിരമായ ഒരു വരുമാനം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന 25 ലക്ഷത്തോളം വരുന്ന സജീവ തൊഴിലാളികളെ ഇത് പട്ടിണികളിലേക്ക് തള്ളിവിടും. കേരളത്തിൽ നിലവിൽ 59.4 ലക്ഷം പേർ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 100 ദിവസം ജോലി പൂർത്തിയാക്കുന്ന കുടുംബങ്ങളുടെ എണ്ണത്തിൽ രാജ്യത്ത് 2ാം സ്ഥാനത്താണ് കേരളം. തൊഴിലാളികളുടെ ശരാശരി കൂലി 366 രൂപയിലേക്ക് ഉയർത്താൻ കഴിഞ്ഞതും കേരളത്തിന്റെ നേട്ടമാണ്. എന്നാൽ ഈ വിജയഗാഥ തകർക്കുന്ന രീതിയിലാണ് കേന്ദ്ര വിഹിതം ഓരോ വർഷവും കുറയുന്നത്. 2023-24 കാലയളവിൽ 3854 കോടി രൂപ ലഭിച്ച സ്ഥാനത്ത് 2025-26 വർഷത്തേക്ക് വെറും 2827 കോടി രൂപ മാത്രമാണ് കേന്ദ്രം വകയിരുത്തുന്നത്. ഇതിന് പിന്നാലെയാണ് പുതിയ നിയമം വഴി ബാധ്യതകൾ സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. ഇത് കേവലം ഒരു പേര് മാറ്റമല്ല, മറിച്ച് പദ്ധതിയെ സാവധാനം ഇല്ലാതാക്കാനുള്ള ആസൂത്രിത നീക്കമാണെന്നും കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AB രാജേഷും വ്യക്തമാക്കിയിട്ടുണ്ട്. പദ്ധതിയുടെ ആസൂത്രണത്തിലും വലിയ മാറ്റങ്ങളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. നിലവിൽ ഗ്രാമപഞ്ചായത്തുകൾക്കാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനുമുള്ള അധികാരമെങ്കിൽ പുതിയ രീതിയിൽ ഉദ്യോഗസ്ഥർക്ക് മേൽ നോട്ട ചുമതല നൽകുന്നത് പഞ്ചായത്തുകളുടെ അധികാരം കവർന്നെടുക്കുന്നതിന് തുല്യമാണ്. ഇത് നമ്മുടെ അധികാര വികേന്ദ്രീകരണ സംവിധാനത്തെ ദുർബലപ്പെടുത്തുകയും പദ്ധതിയുടെ ജനകീയ സ്വഭാവം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഗ്രാമസഭകളിൽ ജനങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് പകരം മുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത് അഴിമതിക്ക്
സ്വജനപക്ഷപാതത്തിനും വഴിവെക്കും. UPA സർക്കാരിന്റെ കാലത്ത് നിയമനിർമ്മാണത്തിലൂടെ കൊണ്ടുവന്ന ഈ പദ്ധതി ഗ്രാമീണ ജനതയ്ക്ക് നിയമപരമായ തൊഴിലവകാശം നൽകുന്നതായിരുന്നു. എന്നാൽ പുതിയ പരിഷ്കാരങ്ങൾ ആ അവകാശത്തെ തകർക്കുകയും സർക്കാരിന്റെ ബാധ്യതയിൽ നിന്ന് കേന്ദ്രം പിന്മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് നൽകുന്നത്. കേരളത്തെ പോലെ സാമൂഹ്യക്ഷേമത്തിന് മുൻഗണന നൽകുന്ന ഒരു സംസ്ഥാനത്തിന് 1600 കോടിയുടെ അധിക ബാധ്യത ഏറ്റെടുക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. കേന്ദ്രത്തിന്റെ ഈ നീക്കത്തിനെതിരെ സംസ്ഥാനം ശക്തമായ പ്രതിഷേധം ഉയർത്തുകയാണ്. സാധാരണക്കാരുടെ അടുക്കളയിൽ പുകയുന്ന അടുപ്പുകൾ കെടുത്തുന്ന രീതിയിലുള്ള ഈ പരിഷ്കാരങ്ങൾ കേരളത്തിന്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും തൊഴിലാളികളെ എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെ കുറിച്ചുള്ള ഗൗരവമായ ആലോചനയിലാണ് സംസ്ഥാന സർക്കാർ.